സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കൊരങ്ങന്റെ രൂപത്തിൽ വരുന്നവര് ഫൽഖത്താത്തു മിനന്നാസ്, ജനങ്ങളിൽ നിന്ന് നമീമത്തുമായി ജീവിച്ചവരാണ്. പന്നിയുടെ കോലത്തിൽ വരുന്നവരാരാണ്? ശരിക്ക് ശ്രദ്ധിച്ചോളൂ. ഫാഹുലു സുഹ്തി വൽ ഹറാമി വൽ മഖ്സി, ഹറാമിന്റെ സമ്പാദ്യം സമ്പാദിച്ച് ദുനിയാവിൽ കഴിഞ്ഞവരാണ്. നഊദു ബില്ലാഹ്. നമ്മൾ ശരിക്ക് ശ്രദ്ധിക്കണം. ഞാൻ എന്റെ പ്രഭാഷണങ്ങളിൽ പലപ്പോഴും പറയാറുണ്ട്, ആഘോഷങ്ങൾ പൊടിക്കണം, കല്യാണങ്ങൾക്ക് മാമാങ്കമാക്കണം, സൽക്കാരങ്ങള് ഒരു 10,000 ആളെ കലാവേദിയാക്കണം, ചെറിയൊരു നിശ്ചയം തന്നെ ഒരു 500-600 ആൾക്കാരെ സംഗമം ഭൂമിയാക്കണം. 1000 രൂപക്ക് വകയില്ലാത്തവൻ ചെയ്യുന്ന പണി എന്താണെന്നറിയോ? അവനതാ പലിശക്ക് പണം വാങ്ങുന്നു, പലതും കൊണ്ടുപോയി പണയപ്പെടുത്തി പണം വാങ്ങുന്നു. ജനങ്ങളെ മുന്നിലുള്ള അന്തസ്സാണ് അവന്റെ ലക്ഷ്യം. അള്ളാഹുവിന്റെ വകുപ്പിലോ പലിശ വാങ്ങിയിട്ട് കടുത്ത ഹറാമും ചെയ്തിട്ട് പണിയൊപ്പിക്കുന്നു. പന്നിയുടെ കോലമാണ് അവന് കൊടുക്കുന്നത്. പന്നിക്ക് നിങ്ങൾ നല്ല ഭക്ഷണം കൊടുത്തു നോക്കൂ, പന്നിക്ക് താല്പര്യം ഉണ്ടാകൂല. പന്നിക്ക് താല്പര്യമുള്ള ഭക്ഷണം ഏതാണ്? ഏറ്റവും അഴുക്ക് ജാലിലുള്ള നീറുന്ന ഭക്ഷണം, നാറുന്ന ഭക്ഷണം. അഴുക്ക് ജാലിലല്ലേ പന്നികളെ കാണാറുള്ളത്? ആർക്കും വേണ്ടാത്ത നീര്, ആർക്കും വേണ്ടാത്ത ഭക്ഷണം, അതൊന്ന് മണത്താൽ തന്നെ പിന്നെ അടുത്തുകൂടെ ആരും പോകൂല. അത്രയും നാറുന്ന ഭക്ഷണമല്ലേ പന്നി ഭക്ഷിക്കുന്നത്. അതേപോലെ ദുനിയാവില് ഏറ്റവും സുഹൃത്തിന്റെയും അതേ ഹറാമിന്റെയും രൂപഭാവങ്ങൾ സ്വീകരിച്ച് ഒരു പ്രശ്നവുമാക്കാതെ നടക്കുന്നവര്, അവർക്കുള്ള കോലം അല്ലാഹു മാറ്റിയിട്ട് മനുഷ്യക്കോലം മാറ്റിയിട്ട് യഥാർത്ഥ കോലം മാറ്റിയിട്ട് പന്നിയുടെ കോലം അല്ലാഹു നൽകുന്നു. ദുനിയാവിൽ അവൻ ഇരുകാലിയാണ്, ആഖിറത്തിലേക്ക് വരുമ്പോഴോ 4 കാലിയാണ്. ദുനിയാവ് തന്നെ 4 കാലല്ല കൊടുക്കേണ്ടതാണ്. മാറിക്കോട്ടെ എന്ന് കരുതിയിട്ട് മടങ്ങിക്കോട്ടെ എന്ന് കരുതിയിട്ട് അള്ളാഹു അവസരം കൊടുത്തതാണ്. എത്ര ആളാണ് സഹോദരങ്ങളെ ഹറാമു എന്ന് പറയുമ്പോ ഒരു പലിശ മാത്രം ചിന്തിക്കരുത്. പലിശന്റെ വിഷയം പിന്നീടും വരുന്നുണ്ട്, ശിക്ഷ വേറെ തന്നെ പറഞ്ഞതുണ്ട്. ഹറാമായിട്ടുള്ള സമ്പാദ്യം പലതും ഉണ്ട്. നഊദു ബില്ലാഹ്. ഒന്നിലും പോയി പെട്ടേക്കരുത്. പലതുണ്ട്, 1-2 അല്ല, പലതുണ്ട് ഹറാമിന്റെ. ഒരു സുഹൃത്തിന്റെ അടുത്തുനിന്ന് ഒരു വിഷയത്തിന് പിരിവിന് പോകുന്ന സമയത്ത് എന്നോട് വേറെ ആൾ വെച്ചിരുന്നു, ഉസ്താദേ നിങ്ങൾ പിരിവിന് അങ്ങോട്ട് പോകണ്ട, വേറെ എല്ലാ സ്ഥലത്തും പോയി പിരിവ് പിരിച്ചോളിയാർ. ഞാൻ എന്റെ കാര്യത്തിലോ നാട്ടിൽ വേറൊരു കാര്യത്തിന് വേണ്ടി പിരിവിനോ അങ്ങോട്ട് പോകണ്ടെന്നോ? എന്താ നിങ്ങൾ അങ്ങോട്ട് പോകണ്ടെന്ന് പറയാൻ ഒരു കാരണം മനസ്സിലാണ്ടേ? വെറുതെ ഒരാളെ പറ്റിയിട്ട് അല്ല ഉസ്താദേ, ഞാനും മൂപ്പര് ഒരുമിച്ച് ജോലി ചെയ്താണ്, അതുകൊണ്ട് പറഞ്ഞിട്ട് അങ്ങോട്ട് ശരിയാകത്തോണ്ട് പിന്നെ ഇടങ്ങേറായിട്ടും അടുത്തിട്ട് നിർത്തി പോകുന്ന ആളാണ് ഞാൻ. അപ്പൊ എന്തേ പ്രശ്നം എന്ന് വെച്ചാൽ ഒന്നുമല്ല, അദ്ദേഹത്തിന് എനിക്കും നല്ല ശമ്പളം കിട്ടുന്ന ജോലിയാ, പക്ഷേ ശമ്പളം മതിയായിട്ടില്ല എന്നൊരു തോന്നുമ്പോ ചെയ്യുന്നൊരു പണി എന്താ? പിന്നൊരു ഹറാമിന്റെ പണി. അപ്പൊ എന്ത് പണി? ഞാനും അയാൾ നല്ല പാചകക്കാരാ, ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും, ബിരിയാണിയും മന്തിയും പിന്നെന്താ മോനെ വേറെന്താ ചോറ് വേറെന്താ പേരുള്ളു അങ്ങനത്തെ കൂട്ടികൾ എല്ലാം ഉണ്ടാക്കി കൊടുക്കും. അപ്പൊ അറബികൾ നല്ല ഒട്ടകങ്ങളെയും ആടുകളെയും കൊണ്ടുവന്ന് തരും. ഒരു 20 ഒട്ടകം, ഒരു കല്യാണത്തിലുള്ള ഫുഡാണ്, 20 ഒട്ടകം ഒന്നായിട്ട് ബിരിയാണി വെച്ച് കൊടുത്ത് 20 ഒട്ടകത്തിന് 15 അറുത്ത് ചെമ്പാക്കിയിട്ട് 20 പൈസ വാങ്ങും, 5 മറിച്ച് വെക്കും. ചെറിയ പണിയല്ലേ? 5 വേറെ ആൾക്കാർക്ക് ഫുഡായി കൊടുക്കും, അതിന്റെ പൈസ വേറെ വാങ്ങും, ഇവരേക്ക് 20 രൂപ വാങ്ങും. അവരിപ്പോ ഇങ്ങനെ തുറന്നു നോക്കും, 20 ഉണ്ടോ, 20 കാലുണ്ടോ, 20 മറ്റേ ഉണ്ടോ, 20 പള്ളുണ്ടോ എന്ന് ആരും എണ്ണി നോക്കുവോ? ആരെണ്ണി നോക്കുന്നത്? ചിലപ്പോ 50 ആടുകളെ കൊണ്ടുവരും. വലിയ ഗോത്രത്തലവന്മാരാണെങ്കിൽ, വലിയ പരിപാടിയാണെങ്കിൽ 10-35 ശരിയായി കൊടുക്കും, ബാക്കി 15 വേറെയും ശരിയായി കൊടുക്കും. ഇവിടെ 50 വാങ്ങും, അവിടുത്തെ 15 വേറെയും വാങ്ങും. സുബ്ഹാനല്ലാഹ്. അങ്ങനെ മാറ്റിമറിക്കുന്ന എത്ര ജാതി ഹറാമുകൾ സഹോദരങ്ങളെ. ഒരു പക്ഷേ ദുനിയാവ് പൊടിക്കാം, ആഖിറം കൊണ്ട് നേടൂല. ദുനിയാവ് തന്നെ അള്ളാഹു അദാബ് തരും. ദുൽമല്ലയാ ചെയ്യുന്നത്, ദുൽമിന് അള്ളാഹു തക്ക ഫലം തരും. പല രൂപത്തിലായിരിക്കും അള്ളാഹു തരുന്നത്. ചിലതൊക്കെ മനസ്സിലായി പോകും, ചിലത് മനസ്സിലാകൂല. അങ്ങനെ ഹറാമിന്റെ രൂപഭാവങ്ങൾ സ്വീകരിക്കുന്നവർ പലരുമുണ്ട്. 1, 2, 3 പലരുമുണ്ട്.
ഇപ്പൊ കണ്ടോ ഉപ്പമാരെ ശരിക്ക് ശ്രദ്ധിക്കണം. എല്ലാ ഉപ്പമാരോടും ഉമ്മമാരോടും ഞാൻ പറയട്ടെ, ശരിക്ക് വീടും കുടുംബവും നോക്കി നിയന്ത്രിക്കേണ്ട മക്കളല്ലാത്തവരെ കയ്യില് ഒരു കാശും ഡെപ്പോസിറ്റിന് കൊടുക്കരുത്. വീടും കുടുംബവും പരിപാലിക്കുന്ന മക്കളല്ലാത്തവരെ കയ്യില് ഒരു കാശും ഡെപ്പോസിറ്റിന് കൊടുക്കരുത്. ഏറ്റവും ചെറിയ പ്രായം, മയക്കുമരുന്ന് വിറ്റിട്ട് ലാഭം നേടുന്ന ഏറ്റവും ചെറിയ പ്രായം, അടുത്ത് വന്ന റിപ്പോർട്ട് 13 13 എന്ന് പറയുമ്പോ ക്ലാസ് എത്രയാണെന്നറിയോ? 8ാം ക്ലാസ്സിലാണ്. 8ാം ക്ലാസ്സുകാരനാണ് കച്ചവടത്തിൽ വൻ ലാഭം നേടിയത്. എന്താ ബിസിനസ് എന്നറിയോ? തനിച്ച ഹറാമാണ്, മയക്കുമരുന്നാണ്. നഊദു ബില്ലാഹ്. ഉപ്പമാര് ശരിക്ക് ശ്രദ്ധിക്കണം, ഉമ്മമാര് നല്ലോണം നിയന്ത്രിക്കണം. നമ്മളെ വാപ്പമാരും ഉമ്മമാരും നമ്മളെ നിയന്ത്രിച്ചതുപോലെ മക്കളെ നേരെ ചൊവ്വേ നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ, ഉമ്മാന്റെ കഴുത്തെറുത്തതുപോലെ ബാപ്പാന്റെ കഴുത്ത് വെട്ടിയതുപോലെ വെള്ളിപ്പാക്ക് മരുന്ന് കൊടുത്തു കൊന്നതുപോലെ ദുരനുഭവങ്ങളും ദുരിതങ്ങളും നമുക്കും വന്നേക്കും. നല്ലോണം ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. അല്ലെ? എന്തിനാ ഇപ്പൊ ഉമ്മാനെ കൊന്നത് മോനെ? പടുത്ത് ഉമ്മാനെന്തിനാ ഒരു പെൺകുട്ടി വെട്ടിയ? എന്തിനാ? നെറ്റ് ചേർക്കാൻ, നെറ്റിന് റെഡിയാക്കാനും കാശ് കൊടുക്കാത്തതുകൊണ്ട്. മൊബൈലിന് നെറ്റ് ഉപയോഗത്തിന്, അതിന് നെറ്റ് റീചാർജിന് കാശ് കൊടുക്കാത്തതുകൊണ്ടാണ്. ഞാൻ ഈ നെറ്റ് റീചാർജിന് കാശ് തരാത്ത അമ്മ ഞാൻ ദുന്യാവിൽ വേണ്ട ഒറ്റ റെഡിയാക്കി. അത് ഉസ്താദെ ആവർത്തിക്കുക. അതൊരു സംഭവം എവിടോ നാട്ടിലുണ്ടായതല്ലേ. അങ്ങനെ ഇനിയും വർദ്ധിച്ചു വരും. നമ്മളെ അലംഭാവം കാണിക്കുകയാണെങ്കിൽ ഇനിയും വർദ്ധിച്ചു വരും. നല്ലോണം ശ്രദ്ധിക്കണം. എവിടുന്നാ അത് വരുന്ന സംഗതി? ഇത് തുടക്കം എവിടുന്നാന്നറിയോ? നമ്മുടെ കുട്ടികൾക്കൊക്കെ അക്കൗണ്ട് വേണമെന്നുള്ള നിലക്ക്, എന്താ അതിന് പേര്? ആ അക്കൗണ്ടിന് ഒരു പേരുണ്ട്. എന്താ പേര്? അതന്നെ എനിക്ക് ഞാൻ അടുത്ത് പരിചയമില്ലാത്തതുകൊണ്ട് എൻ്റെ പേരറിയാം. 0 ബാലൻസ്. അതും പലിശയുള്ള തന്നെയാണ് അക്കൗണ്ട്. അത് കുട്ടികൾക്ക് തുറന്നു കൊടുക്കും. പിന്നെ അതിന്റെ കോഡും അതിന്റെ കാർഡൊക്കെ ആരത്തുണ്ടാകുക? അവരെടുത്തുണ്ടാകുക. യഥേഷ്ടം അവർ കയറിയിട്ട് ATM ഒന്നും മറ്റും പണം വലിക്കും. ഇഷ്ടം പോലെ കച്ചവടം ചെയ്യും. ഒരൊറ്റ ബാപ്പി ഒരൊറ്റ ഉമ്മയും മക്കൾക്ക് കൊണ്ട് ഓർക്കരുത്. ഞാൻ ആദ്യം അടിവരട്ടാണ് മൂലൊരു ഭരണത്തിനെതിരാ സർക്കാരിനെതിരാ പറയാൻ നിൽക്കണ്ട. വിഷയത്തിൽ ഇടങ്ങേറ് പിടിച്ചതാണ്. അതുകൊണ്ടാണ് ഞാനീ പറയുന്നത്. നമ്മളെ മക്കളൊക്കെ നാശമായി പോകും. ആവശ്യത്തിന് അവർക്കുള്ള പണങ്ങൾ സമ്പാദിച്ചില്ലേ, എന്നാ പിന്നെ മക്കളുണ്ടാക്കാൻ നിൽക്കണ്ട. അല്ലാതെ നോമ്പ് പറ്റണത് ആയിരുന്നോളി. മക്കളെ നേർക്കേർക്ക് പോറ്റാനുള്ള സമ്പാദ്യം ഹലാല രൂപത്തിൽ അള്ളാഹു തന്നിട്ടുണ്ടോ, അത് വെച്ചുകൊണ്ട് തൃപ്തിപ്പെട്ടു പോറ്റുക. അതാ നല്ലത്. ഇതവർ ചെറിയ മക്കൾ 4ാം ക്ലാസ്സിൽ 5ാം ക്ലാസ്സിലെ മക്കൾക്കൊക്കെ അക്കൗണ്ട് തുറന്നിട്ട് യഥേഷ്ടം അവർ ATM കയറിയിട്ട് വാങ്ങിയിട്ട് എന്തെല്ലാം ദുരന്തങ്ങളും ഉണ്ടാക്കി തീർക്കുന്നത്. അതിന് ഒരു കാരണം നമ്മളെ ഭാഗത്തുനിന്ന് കൊടുക്കരുത്. അതുകൊണ്ടാണ് ഖുർആൻ ആവർത്തിച്ച് 2 സംഗതികളെ പറ്റി ഒരേ വാക്ക് അല്ലാഹു തആല പറഞ്ഞത്. ഇന്നമാ അംവാലുക്കും ഔലാദുക്കും ഫിത്ന. നിങ്ങൾക്ക് നൽകിയ സമ്പത്തും നിങ്ങൾക്ക് നൽകിയ സന്താനങ്ങളും രണ്ടും പരീക്ഷണമാണ്. നിങ്ങളെ സമ്മതിച്ചുകൊണ്ട് തന്ന സാധനമല്ല സമ്പത്തും സന്താനങ്ങളും. അംഗീകാരം നിങ്ങൾക്ക് തന്നതല്ല, അത് ബഹുമതി എന്നുള്ളവർക്ക് തന്നതല്ല. എങ്ങനെ തന്നതാ? പരീക്ഷണ വസ്തുവായി തന്നാണ്. വിജയിച്ചു കയറണം. രണ്ടും പരീക്ഷണമാണോ? രണ്ടും പരീക്ഷണമാണ്. വിജയിച്ചു കയറണം. ഉപയോഗിക്കേണ്ട രൂപത്തിലും നിയന്ത്രിക്കേണ്ട രൂപത്തിലും നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ കുടുങ്ങിപ്പോവും. നല്ലോണം ശ്രദ്ധിക്കണം. ഹറാമിന്റെ വകുപ്പുകളും ബിസിനസ്സുകളും നാൾക്ക് നാൾ വർദ്ധിച്ചു വരികയാണ്. ചെറുതും വലുതും ധാരാളം ഉണ്ട്. നഊദു ബില്ലാഹ്, അതിലൊന്നും കുടുങ്ങിപ്പോകരുത്. ചിലർക്കുള്ള ധാരണ എന്താണെന്നറിയോ? വെറുതെ എന്തിനാണ് പൈസ ഇങ്ങനെ വെച്ചേക്കുന്നത്? അതുകൊണ്ട് പൈസ ഏതെങ്കിലും പൈസക്കാരന് കൊടുത്തിട്ട് പൈസ കൊണ്ട് പൈസ എന്താകുക? വികസിപ്പിക്കുക. കച്ചവടം ചെയ്തിട്ടല്ല, ലാഭക്കൂറ് കച്ചവടം നടത്തിയിട്ടല്ല. കച്ചവടം നടത്താനോ കൃഷി നടത്താനോ ഒരാളെ ചുമതലപ്പെടുത്തിയിട്ട് കിട്ടുന്ന ലാഭമല്ല. പിന്നെ 1 ലക്ഷം കൊടുത്താൽ ഒരു മാസത്ര 1 ലക്ഷത്തിന് എത്ര? 5000. പിന്നെ 4 ആളെ ചേർക്കുമ്പോ 25,000. പിന്നെ 10 ആളെ ചേർക്കുമ്പോ 40,000. പിന്നെ 20 ആളെ ചേർക്കുമ്പോ പിന്നെ അതിനനുസരിച്ച് പിന്നെ ആള് പെട്ടെന്ന് റെഡിയാകല്ലേ. അപ്പൊ ഇത് കാണുമ്പോ അവന് കുറച്ചുകൂടി ഏറെ കിട്ടണം, ഇത്ര കിട്ടിയാൽ പോരാന്നുള്ളവർക്ക് 10 ലക്ഷം കൊണ്ടുവരുന്നു. പിന്നെ 2 ആഴ്ച കഴിഞ്ഞ് നോക്കുമ്പോ ആളെ കാണാനില്ല. ആളെ അന്വേഷിച്ച് നോക്കുമ്പോ സിംഗപ്പൂറോ മലേഷ്യയിലോ ഓസ്ട്രേലിയയിലോ എവിടെ എത്തിയിട്ടുണ്ട്. കാരണം പൈസക്ക് പകരം പലിശ പല രൂപത്തിലും വാങ്ങി അവസാനം ഒന്നും കൊടുക്കാതില്ലാതിരുന്നപ്പോ ലാസ്റ്റ് വണ്ടിക്ക് കയറി അങ്ങോട്ട്. പിന്നെ ആളെ കാണാനില്ല. പിന്നെ ഏകദേശം ചോദ്യകർത്താക്കളൊക്കെ മരിച്ചു എന്ന് കഴിയുമ്പോൾ ആള് തിരിച്ച് നാട്ടിലേക്ക് എത്തും.
പലയിടത്ത് നടക്കുന്ന സംഗതി അങ്ങനല്ലേ? എത്ര ആളാ കുടുങ്ങിപ്പോയത്, എത്ര ആളാ കുടുങ്ങുന്നവര്? ഇപ്പോഴും സഹോദരങ്ങളെ, നിങ്ങളെ പരിപാടിക്ക് ഇന്ന് വരുമ്പോൾ ഇന്നൊരാൾ വിളിച്ചു. ഞാനയാള് പറഞ്ഞു, മോനെ ഇമ്മാതിരി ഞാൻ ആദ്യമായിട്ട് കേൾക്കല്ല, ഞാൻ കുറെ കേട്ടിട്ടുണ്ട്, വകുപ്പ് വേറെയാണ്, വേറെ ആൾ നോക്കോന്ന് പറഞ്ഞു. എന്താ അവരെ പരസ്യം? ഉസ്താദെ, പണം ഇങ്ങനെ വെറുതെ വെച്ചാല് ചിതലരിച്ചു പോകൂലേ, അത് വികസിപ്പിക്കല്ലേ വേണ്ടത്. എന്താ പരസ്യം ഇങ്ങനെ കണ്ടാല് പരസ്യത്തിന് കൊണ്ടുപോകണം ആളെ. ആ മേറ്ററൊന്നും നമുക്കതുപോലെ പറയാൻ കിട്ടില്ല, നമുക്ക് ആ പണിയില്ലല്ലോ. എന്താ പറച്ചിലെന്ന് പറയാം, പറച്ചിൽ കുറച്ച് ഊക്കുള്ള പറച്ചിലാണ്. എന്തിനു വെറുതെ നമ്മളിങ്ങനെ ബുദ്ധിമുട്ടാക്കണം? ഒരു വർഷം കൊണ്ട് തന്നെ എത്രയാണ് സമ്പാദ്യം. മറ്റേ കഴിഞ്ഞ് കിട്ടിയ കുറെ ആൾക്കാരെ ചരിത്രം പറയും. കിട്ടിയ കുറെ ആൾക്കാരെ ചരിത്രം പറയുമ്പോൾ നമുക്ക് പരിചയമുള്ളവരും പരിചയമില്ലാത്തവരൊക്കെ ഉണ്ടാവും. അതിൽ ചിലപ്പോൾ പറയുന്നൊക്കെ നേരായിക്കൊള്ളൊന്നുമില്ല, പറയും. അത് കേൾക്കുമ്പോൾ സാധുക്കളായ കുറെ ആൾക്കാർ പിന്നെയും കൊണ്ടുപോയിടും. പിന്നെ അതിന് അംഗീകാരമായിട്ട് ചിലപ്പോൾ ചില ആൾക്കാർ, ചില ഉസ്താദന്മാരെ തലക്കെട്ടും പറയും, ആ ഉസ്താദിനോടൊക്കെ മറ്റേ നല്ല ബന്ധാണ്, അവിടെയൊക്കെ സംഭാവന കൊടുക്കലുണ്ട്. അപ്പൊ ഈ സംഗതി ശരിയാന്ന് വരുത്താനാണ് ഇപ്പൊ ആ സംഭാവന അവിടെ കൊടുക്കലുണ്ട് എന്ന് പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ആ മറ്റേ ഉസ്താദിന്റെ ബന്ധമുണ്ട്, അവിടെയും കൊടുക്കലുണ്ട് സംഭാവന, മറ്റേ ഉസ്താദിന്റെ ബന്ധമുണ്ട്, അവിടെയും കൊടുക്കലും സംഭാവന. അപ്പൊ കേൾക്കുന്ന സാധു വിചാരിച്ചെന്തും അവരോടൊക്കെ ബന്ധമുള്ള സംഭാവന കൊടുക്കുന്ന ആളാണെങ്കിൽ തെറ്റൊന്നും ഉണ്ടാകൂല. കുറച്ചെങ്കിലും കൊണ്ടുപോയിടും. എന്തിനാ വെറുതെ ഇരിക്കുന്നത്? കൊണ്ടുപോയിടും. അങ്ങനെ എത്രണ്ണം? അള്ളാഹു തആല കാത്തിരക്ഷിക്കട്ടെ. അതിലൊന്നും പോയി കൊടുങ്ങരുത്. അങ്ങനെ ഒരുപാട് സമ്പാദ്യമുണ്ട്.